ഹലോ മച്ചാന്മാരെ, പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ ആ റോളർ ഡൈനോ ചെയ്യുന്ന റോളർ മൊത്തത്തോടെ എടുത്ത് പുറത്തോട്ട് വെക്കണം. നമുക്ക് ശരിക്കും കൊണ്ടുപോകേണ്ടത് ഈ പുതിയ വർക്ക്ഷോപ്പിലോട്ടാണ്. അവിടെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇപ്പോൾ മേലത്തെ ഷെഡൊക്കെ പൊളിച്ചത് കൊടുത്തു. നമുക്ക് മഴ വരുന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളിക്കെടുത്ത് വെക്കണം എന്നിട്ടാണ് നോക്കുന്നത്. ആ സമയത്ത് നമുക്കൊരു പാകിസ്ഥാനിയാണ് അമ്മാവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ പാകിസ്ഥാനിയാണ്. മൂപ്പര് വന്നു ആളെ അടിപൊളി മനുഷ്യനാണ്, നല്ല ആക്റ്റീവായിട്ടുള്ള മനുഷ്യനാണ്. മൂപ്പര് വന്നിട്ട് മൂപ്പൻ്റെ ക്രൈനും കൊണ്ടൊക്കെ പറ്റുന്നൊക്കെ പറഞ്ഞ് മൂപ്പര് പരമാവധി അതിനെ പിടിച്ച് പൊക്കാൻ നോക്കി. പക്ഷേ ഈ ട്രക്കിൽ വരുന്ന ക്രൈന് ആളുടെ വണ്ടിയിൽ ചെറുതായിരുന്നു. അപ്പോൾ വളരെ ചെറുതായിരുന്നു. അതുകൊണ്ട് പൊക്കാൻ മൂപ്പര് പരമാവധി ശ്രമിച്ച് നോക്കി, നടന്നില്ല. എന്തോന്നാന്ന് വെച്ചാൽ ആ വണ്ടിയിൽ വരുന്നത് ഒരു ടണ്ണേ പൊക്കാൻ പറ്റുള്ളൂ. അമ്മാവ് അങ്ങനെ കുറേ നേരം നോക്കി, നടക്കില്ല. അതിൻ്റെ വെയിറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോഴാണ് സംഗതി മനസ്സിലായത്. 1.5 ടണ്ണിൻ്റെ മേലെയുണ്ട് ആ ഒരു റോളർ തന്നെ. പിന്നെ അമ്മാവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു വണ്ടിയും കൂടി കൊണ്ടുവന്നു. വലിയ ട്രക്ക് തന്നെയാണ് കൊണ്ടുവന്നത്. പിന്നെ പുള്ളിക്കാരൻ എല്ലാം സെറ്റാക്കി ബെൽറ്റൊക്കെ റെഡിയാക്കി തന്നു. അതുപോലെ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം അതൊരു 3-4 ടണ്ണൊക്കെ പൊക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ക്രൈനാണ്. ഒരു ട്രക്കിൽ തന്നെ തരുന്ന ട്രെയിനാണ്. ബൂമറാന്നോ അങ്ങനെ എന്തോ പറയുന്നൊരു ട്രെയിനാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ അത് പൊക്കിയെടുക്കാൻ പറ്റി. കാരണം വെച്ചാൽ അത് 3-4 ടണ്ണൊക്കെ ഒറ്റയടിക്ക് പൊക്കാൻ പറ്റുന്ന ക്രൈനുള്ള ഒരു ട്രക്കാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ പൊക്കി റെഡിയാക്കി. അതെല്ലാം ഇതുപോലെ തന്നെ ഇത് 1.5 ടണ്ണിന് മേലെ ഉണ്ട് ഈ റോളർ തന്നെ. ഇത് ഡൈനോ വണ്ടി ട്യൂണിങ് ചെയ്യുന്നതിൻ്റെ ഡൈനോ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ഞാൻ പറയാം. അതുപോലെ ഇനിയും അടുത്തൊരു റോളറും കൂടി ഉണ്ട്. അതും ഇതേപോലെ വെയിറ്റ് വരുന്നതാണ്. അപ്പോൾ അതും കൂടി പൊക്കി അടുത്തോട്ട് വെക്കുക. കാരണം വെച്ചാൽ നമുക്ക് മഴ പെയ്ത് വീണമെന്ന് വെച്ചാൽ ഇതെല്ലാം മഴ പെയ്ത് വെള്ളം നനഞ്ഞു വീണെന്ന് വെച്ചാൽ വെള്ളം കേട് വന്നു പോകും. അതുകൊണ്ടാണ് നമ്മളത് എടുത്ത് വർക്ക്ഷോപ്പിനകത്തോട്ട് തന്നെ കയറ്റി വയ്ക്കാൻ പോകുന്നത്. കാരണം വെച്ചാൽ പുതിയ വർക്ക്ഷോപ്പിലോട്ട് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, അപ്പോൾ അവിടെ നമുക്ക് കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ പുതിയ വർക്ക്ഷോപ്പിനകത്തോട്ട് തന്നെ മാറ്റി വയ്ക്കുകയാണ്. ഭദ്രമായിട്ട് തന്നെ എല്ലാം വർക്ക്ഷോപ്പിനകത്തോട്ട് തന്നെ മാറ്റി വളരെ സേഫായിട്ട് തന്നെ വെച്ചു. കാരണം എന്ന് വെച്ചാൽ ഇത് സേഫായിട്ട് വെച്ചാലേ നമുക്ക് അവിടെ കൂട്ടായിട്ട് പിറ്റിയുള്ള സമയത്ത് ഇനിയും ഇതുപോലെ വണ്ടി പൊക്കി എടുത്തിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഓക്കെ, ബൈ, സി യു.